അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമല്ലേ? വൈകിട്ട് വെറുതെ ഇരുന്ന പിന്നെ ബീച്ചിൽ പോകുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടി ബീച്ചിൽ പോയത്. നമ്മുടെ അടുത്തുള്ള ബീച്ചാണ് കേട്ടോ. പോയപ്പോൾ ഭയങ്കര തിരക്ക്. ശരിക്കും നമ്മളോട് ഇത്രയും തിരക്കുണ്ടാവാറില്ല. എന്താണോ ഇത്ര തിരക്കെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ ഈ അറപ്പ പൊട്ടിക്കല്. സംഭവം എന്താണ്, പാടങ്ങളിലൊക്കെ വെള്ളം എന്ന് അറിയുമല്ലേ, മഴ പെയ്തിക്കണല്ലേ. അപ്പം ഈ അറപ്പ പൊട്ടിച്ച് കഴിഞ്ഞാൽ കടലിലോട്ട് വെള്ളം വിടും. അതിന് അറപ്പ പൊട്ടിക്കൽ എന്ന് പറയുന്നത്. തോടിൻ്റെ നീളവും വീതി എത്ര ഉണ്ടാവും? അത്രയും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ആ രീതിയിലായിരിക്കും കടലിലോട്ട് വെള്ളം ഒഴുകുക. അത്രയും തന്നെ ഈ അറപ്പ പൊട്ടിച്ച് കഴിഞ്ഞാൽ പോക്ക്. അപ്പോൾ എന്തായാലും കരയുന്ന ആൾക്കാർക്ക് മീൻ പിടിക്കാല്ല. സംഭവം ഈ വല വീശണ നോക്കണ്ട ആൾക്കാർ കൈ കൊണ്ടൊക്കെ പിടിച്ച്. വല വീശണവർക്ക് വലിയ മീൻ കിട്ടും, കൈ കൊണ്ടടിക്കണവർക്ക് ചെറിയ മീൻ കിട്ടും. നിങ്ങൾക്ക് കിട്ടി മീൻ കുറച്ചല്ല, കുറച്ചധികം കിട്ടിയിട്ടാ. കൈ കൊണ്ട് പിടിച്ചതാണ്. പിന്നെ നോക്കിയപ്പോഴാണ് കുറച്ച് ടീം വലിയ വല എടുത്ത് വരുന്നത്. പിന്നെ ആൾക്കാരൊക്കെ ഇവരെ നോക്കല്ലേ. പിന്നെ ഏകദേശം മഗ്‌രിബിൻ്റെ ടൈം ആയിട്ടുണ്ടായിട്ട് അപ്പം നമ്മൾ പതി അവിടെ അടുത്തൊരു പള്ളി ഉണ്ടായി. അപ്പം അങ്ങോട്ട് പോയി മഗ്‌രിബ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ ഒരു വിധമായിട്ടുണ്ടായി സംഭവം. ഒരു വലയൊക്കെ പിടിച്ച് സെറ്റ് ആയി നിൽക്കണ്ടായി. ഒഴുക്കുള്ളടുത്ത് വല വെച്ച്. അപ്പോൾ എന്തായാലും മീൻ അധികം കയറുമല്ല. ആ വലിയ വല വെച്ചവർക്ക് എന്തോ 17 കിലോ കിട്ടി. നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.